ഏത് നിമിഷവും പാകിസ്ഥാന്റെ ഒരു ആക്രമണം ഇന്ത്യ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അവശ്യ സാധനങ്ങളെല്ലാമായി ഒരുങ്ങിയിരിക്കാൻ രാജ്യത്തെ ജനങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സർവകക്ഷി യോഗത്തിൽ കൃത്യമായി ഉരുത്തിരിഞ്ഞു വന്ന വാദങ്ങൾ അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മന്ത്രിമാരും ജാഗരൂകരായിരിക്കണം എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാൻ ഒരു തിരിച്ചടിക്കുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. റിപ്പബ്ലിക് TV അടക്കമുള്ള നാഷണൽ മീഡിയാസ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. പാകിസ്ഥാനിലുള്ള മാധ്യമങ്ങൾ അടക്കം ഇത് പറയുന്നുമുണ്ട്. പഞ്ചാബിൽ പാകിസ്ഥാൻ മിസൈൽ പഞ്ചാബിലേക്ക് കടന്നു വന്നു. പഞ്ചാബിലേക്ക് അവർ ലോഞ്ച് പാഡിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് പറന്നുയർന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്നാൽ ആ പഞ്ചാബിലേക്ക് പാഞ്ഞു വന്ന മിസൈല് ഇന്ത്യൻ സേന വെടിവെച്ചിട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. വലിയൊരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഈ റിപ്പബ്ലിക് അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് പഞ്ചാബിന് മുകളിലൂടെ പാകിസ്ഥാൻ തൊടുത്ത ഒരു മിസൈൽ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തകർത്തത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാക് തൊടുത്ത പ്രൊജക്ടൈൽ ഇന്ത്യൻ വ്യോമസേന സംവിധാനം വിജയകരമായി തടഞ്ഞു. പഞ്ചാബിന് മുകളിലൂടെ പാക് തൊടുത്ത പ്രൊജക്ടൈൽ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തടഞ്ഞ് നിർവീര്യമാക്കിയതിനെ തുടർന്ന് പാകിസ്ഥാൻ ഭാഗത്തു നിന്നുള്ള ആക്രമണ ശ്രമം പരാജയപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്ത് പതിച്ചിരുന്നെങ്കിൽ ഒരു വലിയ ഡാമേജ് തന്നെ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ മിസൈലിന്റെ ചില അവശിഷ്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്നും ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള അനൌദ്യോഗികമായ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം റിപ്പബ്ലിക് TV പുറത്തുവിട്ടിട്ടുണ്ട്. ഞങ്ങൾക്കും അത് കാണിക്കാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾ അത് കാണിക്കുന്നതാണ്. കാരണം കോപ്പിറൈറ്റിന്റെ വിഷയങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. റിപ്പബ്ലിക് മീഡിയ നെറ്റ്വർക്ക് ആക്സസ് ചെയ്ത 7 സെക്കൻഡ് ദൈർഘ്യമുള്ള CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മിസൈൽ ആകാശത്ത് വെച്ച് വെടിവെച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള വീഡിയോ ആണ് അവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പുലർച്ചെ 1:10-നും 1:20-നും ഇടയിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് ചുറ്റുമുള്ള നിരവധി ജില്ലകളിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടു. വ്യാഴാഴ്ച രാവിലെ പഞ്ചാബിലെ 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് തകർന്ന പ്രൊജക്ടൈൽ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പഞ്ചാബിലെ ചില പ്രദേശങ്ങളിൽ ഒരു ചെറിയ വൈദ്യുതി തടസ്സം നേരിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് നമുക്കറിയാം. പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം രാത്രി വലിയ രീതിയിലുള്ള അശാന്തിയായിരുന്നു, വലിയ രീതിയിലുള്ള ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു. സിയാക്കോട്ടിൽ വലിയ രീതിയിൽ സൈറനുകൾ മുഴങ്ങുന്നു. റാവൽപിണ്ടിയിൽ കറണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം അഭിമുഖീകരിച്ചത്. ഇന്ത്യൻ മിസൈലുകൾ പറന്നെത്തുന്നു എന്നുള്ള അഭ്യൂഹങ്ങളാണ് പാകിസ്ഥാനിൽ ജനത ആ സമയം നേരിട്ടത്. ഇവർ തെരുവുകളിലേക്ക് ഇറങ്ങി ഓടി. പോരാത്തതിന് ഇവരെ ഒഴിപ്പിക്കാനുള്ള നീക്കം പാകിസ്ഥാൻ സർക്കാർ തന്നെ നടത്തിയതിന്റെ ഒരു ഫലമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇതൊക്കെ സംഭവിച്ചത്. എന്തായാലും അതിന് പിന്നാലെയാണ് നമ്മുടെ രാജ്യത്തേക്ക് ഒരു മിസൈൽ പാകിസ്ഥാൻ എയ്തത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ഈ പ്രവണതയ്ക്ക് ഇന്ത്യ തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ യുദ്ധം തടയാനായി ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർക്ക് എന്തായാലും നാശനഷ്ടങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതോ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതായത് അമൃത്സറിലേക്ക് പഞ്ചാബിലേക്ക് മിസൈൽ അയച്ചതുകൊണ്ട് പ്രൊജക്ടൈലുകളുടെ ഉത്ഭവത്തെയും സ്വഭാവത്തെയും കുറിച്ച് അധികൃതർ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിന്റെ ചിത്രങ്ങൾ, അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ ഏത് നിമിഷവും തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഒരു സൂചനയായിട്ടാണ് ഒരു പ്രൊജക്ടൈൽ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് എന്നാണ് ഇന്ത്യൻ സേന ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇന്ത്യ സുസജ്ജമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 4 സൈഡിൽ നിന്നും നേവിയും ആർമിയും എയർഫോഴ്സും അടക്കമുള്ള സൈനികർ സുസജ്ജമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ സേന അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.